ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയി നല്ലപോലെ ബ്രഷ് ചെയ്തിട്ട് വരാവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യും. ആക്വലോജിക്കയുടെ ഫേസ് വാഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ തീരാറായി, കാര്യമാക്കണ്ട, വേറെ എനിക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നല്ല എന്താ പറയുക, നല്ല സ്മൂത്താണ്, ഭയങ്കര മൈൽഡാണ്, നല്ലൊരു മണമാണ്. ഇതൊക്കെ അങ്ങ് തിന്നാൻ തോന്നും, അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അത് ഇരിക്കുന്നത്. ഒരു ജാം അല്ലെങ്കിൽ ഒരു തേനൊക്കെ പോലെ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് കഴുകി കളയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു സ്മൂത്തനിങ് ഫീൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ തന്നെ, അതായത് അക്വലോജിക്കയുടെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് രണ്ട് അടിപൊളി സാധനമാണ്. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് മേടിച്ച് യൂസ് ചെയ്യണം കേട്ടോ. നമ്മുടെ നൈക്കയിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ താടിയൊക്കെ നല്ലപോലെ കഴുത്തുമൊക്കെ നല്ലപോലെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചെറിയൊരു സോഫ്റ്റ് ക്ലോത്ത് കേട്ടോ. അത് വെച്ചിട്ട് തുടച്ചിട്ട് ഞാനൊരു വൈറ്റമിൻ ഇയുടെ സിറം ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് വാങ്ങിച്ചാണ് എനിക്ക്, അതുകൊണ്ട് അതിൻ്റെ ബ്രാൻഡ് ഒന്നും അറിയത്തില്ല. ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. പക്ഷെ നല്ല സാധനമായിട്ട് അത് കുപ്പി തീരാറായി, കാരണം നല്ല പ്രൊഡക്റ്റാണ്. അതും ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്കിൻ അങ്ങ് ഭയങ്കര അങ്ങ് എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ഞാനത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ല ഇതാണ്, കണ്ടില്ല, ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിത്തിരി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ചൂടല്ല, ലാക്ടോകലാമിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. SPF 50++ ഉള്ളതാണ്. അപ്പം വീട്ടിലായതുകൊണ്ട് ഞാൻ ഒരുപാട് എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. അതും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്, പക്ഷെ അടിപൊളി പ്രൊഡക്റ്റാണ്. എന്താ പറയുക, ഇട്ട് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് അബ്സോർവ് ആവും. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അബ്സോർവ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഒരു കളർ ചേഞ്ച് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഫേസിൽ. നമ്മളിപ്പോൾ പണ്ടൊക്കെ ഫെയർ ആൻഡ് ലവ്ലി ഓലയുടെ ക്രീമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെളുക്കുന്ന പോലെ, അതുപോലത്തെ ഒരു ഫീൽ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സെബാമെഡിന്റെ ലിപ് ബാം ഇടും കേട്ടോ. അത് ചെറിയുടെ ഫ്ലേവറാണ്, അപ്പോൾ ഒരു റെഡിഷ് കളറുണ്ട്. അതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയർ കംപ്ലീറ്റ് ആവും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി ഭയങ്കര റിലാക്സ് ആയ പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ വിൻഡോ തുറന്നിട്ട് നമ്മുടെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ രാവിലെ. അപ്പോൾ എൻ്റെ ഈ സ്കിൻ കെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.